വൈഷ്ണ സുരേഷ് എന്ന 24-കാരിക്ക് അവസാന ആശ്വാസം. ആ പെൺകുട്ടി മുട്ടട സ്വദേശിനിയാണ്. തിരുവനന്തപുരം മുട്ടട വാർഡിൽ മുട്ടട സ്വദേശിയാണ്. വൈഷ്ണ സുരേഷ് ഈ ഇലക്ഷന് മത്സരിക്കാൻ എല്ലാവരും കൂടെ തീരുമാനിച്ചു. വൈഷ്ണ സുരേഷിനെ മത്സരിപ്പിക്കണം, മുട്ടടയിൽ നിന്ന് മത്സരിപ്പിക്കണം എന്ന് തീരുമാനമെടുത്തു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ആ പെൺകുട്ടി രംഗത്തേക്ക് വന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ഥാനാർത്ഥിത്വം മനസ്സിലായ ഉടനെ തന്നെ ധനേഷ് കുമാർ എന്ന് പറയുന്ന CPMൻ്റെ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി, ബ്രാഞ്ചിലെ അംഗം കൊണ്ട് ഇന്ന് കോർപ്പറേഷനിൽ ഒരു പരാതി കൊടുത്തു. ഈ പെൺകുട്ടി ഈ 18-ാം വാർഡിലെ താമസക്കാരിയല്ല. ഇത് കരഞ്ഞു പറഞ്ഞു, ഞാൻ അവിടുത്തെ താമസക്കാരിയാണ്. പക്ഷേ സമ്മതിക്കുകയല്ലോ. അവസാനം ഈ ധനേഷ് കുമാർ കൊടുക്കുന്ന പരാതിക്കൊക്കെ വലിയ വിലയാണ്. കാരണം ഈ കോർപ്പറേഷനിലെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി എന്നൊക്കെ ഇരിക്കുന്ന ആൾ, അവരൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ പക്ക CPMക്കാരാണ്. ആ സംഘടനയിൽപ്പെട്ട ആളുകളാണ്, CPMൻ്റെ സംഘടനയിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെയുള്ള ഒരു ബിൽ കളക്ടറുണ്ട്. അവർ റിപ്പോർട്ട് ചെയ്തു, താമസക്കാരിയല്ല, ഇവിടുത്തെ അല്ല. അപ്പോൾ ഈ പെൺകുട്ടിയുടെ കയ്യിലുള്ള രേഖയെന്ന് പറയുന്നത്, അതിൻ്റെ എല്ലാ രേഖകളും അതിൻ്റെ കയ്യിലുണ്ട്. ഇലക്ട്രൽ കാർഡ്, പാസ്പോർട്ട് തുടങ്ങി, അതുപോലെ ആധാർ കാർഡ്, ഈ തിരിച്ചറിയൽ കാർഡുകളെല്ലാം, ഇതെല്ലാം ഉണ്ട്. അതിനകത്തെല്ലാം 3/564 എന്ന് പറയുന്ന വീട്ടു നമ്പറിലാണ് ഇത് താമസിക്കുന്നത്. അതിൻ്റെ സുധാ ഭവനെന്നോ എന്തോ ആണ് അതിന് വീട്ടു പേരും. അവിടുത്തെ താമസക്കാരിയാണെന്നുള്ളതിൻ്റെ എല്ലാ രേഖകളും അതിൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ അഡ്രസ്സ് അതാണ്. അത് വേറെ എങ്ങും മാറി താമസിച്ചിട്ടില്ല. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയോ, 3/564 പകരം 18/564 എന്ന് എഴുതിപ്പോയെന്ന്. അപ്പോൾ ആ പെൺകുട്ടിക്ക് അതിന് ന്യായം ഉണ്ടായിരുന്നു. കാരണം ഈ 3 പറയുന്ന വാർഡ് റീനമ്പർ ചെയ്ത് 18-ാം വാർഡായിട്ട് മാറി. അപ്പോൾ ഈ നമ്പർ എന്താണെന്നറിയോ, ഈ നമ്പർ മാറുന്നത് അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. അപ്പോൾ 3/564 എന്നുള്ള നമ്പറിൽ ഉണ്ടായിരുന്ന വീട് ഇപ്പോൾ 18/2365 എന്നുള്ള നമ്പറാണ്. അപ്പോൾ ഇത് എഴുതി കൊടുത്തു. ഈ 18-ാം വാർഡ് 3-ാം വാർഡ് മാറിക്കഴിഞ്ഞപ്പോൾ വീട്ടിൻ്റെ നമ്പർ മാറത്തില്ലെന്നാണ് ഈ പെൺകുട്ടിയുടെ ധാരണ. അത് 18/564 എന്നുള്ള നമ്പർ എഴുതി കൊടുത്തു. അപ്പോൾ അങ്ങനെ ആ വീട്ടിൽ ഇത് താമസമില്ല, ആ വിലാസത്തിൽ താമസമില്ല. അപ്പോൾ ഇത് ഹിയറിങ്ങിന് വിളിച്ചു. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ, ഈ പറയുന്ന അസിസ്റ്റൻറ്റ് സെക്രട്ടറി കോർപ്പറേഷനിൽ വിളിച്ചു. വലിയ ആളല്ലേ, അയാൾ അടുത്ത് ഇത് പോയി. അന്നേരം ആദ്യം ചെന്നപ്പോൾ ഈ ധനേഷ് കുമാർ എന്ന് പറയുന്നവൻ വന്നില്ല, പരാതിക്കാരൻ. ഇത് രാവിലെ ചെല്ലാൻ പറഞ്ഞു. ഇത് പോയി ഇതിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു, രേഖകളെല്ലാം കാണിച്ചു, ബോധ്യപ്പെടുത്തി. അത് മനസ്സമാധാനത്തോട് തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ രാവിലെ വരാതിരുന്നവനുണ്ടല്ലോ, വൈകുന്നേരം ഈ കൊച്ച് പോയി കഴിഞ്ഞപ്പോൾ വൈകുന്നേരം അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഈ വീട്ടിൽ ഇത് താമസമില്ല, ഈ വീട്ടിൽ താമസക്കാർ വേറെ 2 പേരാണ്, അവരുടെ ഇമെയിൽ സന്ദേശം കാണിച്ചു കൊടുത്തു, ആ വീട്ടിൽ വേറെ ആരുമില്ല എന്ന്. അപ്പോൾ 18/564 ഇങ്ങനെ ഈ വൈഷ്ണ സുരേഷ് താമസമില്ല, ഇത് ബാക്കി മുഴുവൻ കള്ളം പറയാണ് എന്ന്. എന്നിട്ട് അതിനെ ബിൽ കളക്ടർ അവിടെ അന്വേഷണം നടത്തിയിട്ട്, എൻക്വയറി നടത്തിയിട്ട് എന്ന് പറഞ്ഞ് 18/564 ഈ കുട്ടി താമസമില്ല. അപ്പോൾ എന്നാലേ ഇത് എവിടെയെങ്കിലും താമസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിച്ചോ? ഇല്ല. 3/564 എന്നുള്ള വീട്ടിൽ ഇത് താമസിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ചോ? അതില്ല. അത് നേരെ മറിച്ച് 18/564 ഇല്ല ഇത്. അപ്പോൾ കുട്ടി ചെയ്ത തെറ്റെന്ന് പറയുന്നത് അത് പറഞ്ഞ് മനസ്സിലാക്കി. 3/564 പകരം ഞാൻ 18/564 എന്ന് എഴുതി. അതിൻ്റെ കാരണം ഈ 3-ാം വാർഡ് 18-ാം വാർഡായിട്ട് മാറി റീനമ്പർ ചെയ്തപ്പോൾ. അതാണ് പറ്റിയത്. ഇതൊക്കെ പറഞ്ഞാലൊന്നും ഇവന്മാരൊന്നും കേൾക്കുകയല്ലോ. അപ്പോൾ ഈ പോരെങ്കിലെ CPMൻ്റെ ഒരു അംഗമല്ലേ, CPM അംഗം പറഞ്ഞതോടുകൂടി അത് എല്ലാം റെഡിയായി. അതിൻ്റെ വോട്ട് ഉണ്ടായിരുന്നു, അത് ചേർത്തിരുന്നത് അത് വെട്ടി അങ്ങ് മാറ്റി, അതിനെ റിമൂവ് ചെയ്തു. അപ്പോൾ എളുപ്പം ഒരു മാർഗമുണ്ടല്ലോ. ഈ കുട്ടിക്ക് അവിടെ കുറച്ച് സ്വാധീനം ഉണ്ടാകുന്നുണ്ട് അവിടെ അതിൻ്റെ ആ വാർഡിൽ. അപ്പോൾ ആ സ്വാധീനം ഉള്ളപ്പോൾ ഇത് അങ്ങ് ജയിച്ചു പോയാലോ വലിയ പ്രശ്നമല്ലേ എന്നുള്ള ധാരണയിലാണ് ഇതിൻ്റെ സ്ഥാനാർത്ഥിത്വം മുടക്കാൻ എന്ത് വൃത്തികേടെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഒരു കൊച്ചു പെൺകുട്ടി, അതൊരു മത്സര രംഗത്തേക്ക് കടന്നു വരുന്ന ഒരെണ്ണമാണ്. അതിന് ഏതെങ്കിലും വിധത്തിൽ അടിച്ചമർത്താൻ, അതിനെ അവിടുത്തെ അംഗമല്ല, അതിന് വോട്ടില്ല
അതാക്കി മാറ്റി അതിൻ്റെ അംഗമല്ലാതാക്കാൻ, അവിടുത്തെ ആക്കാൻ ഉള്ള ഒരു ശ്രമം എന്ത് വൃത്തികെട്ട നടപടിയാണ്. ഇതാണോ ജനാധിപത്യം? CPM-ൻ്റെ ജനാധിപത്യം ഇതാണോ? CPM വേണ്ട ഇതിനൊക്കെ നടപടിയെടുക്കുക. ഇങ്ങനെ വൃത്തികേട് കാണിക്കുന്നവന്മാരെ. ഈ കുട്ടി അവിടെ താമസമുണ്ടെന്ന് അവനറിയാം, പക്ഷേ ഈ വീട്ടു നമ്പർ ഇതായിപ്പോയതുകൊണ്ട് ആ വീട്ടു നമ്പറിലില്ല. എന്നാൽ ഇങ്ങനെ അത് അവിടെ താമസമുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ എവിടെയായാലും വോട്ട് ചെയ്യണമല്ലോ. അത് പറഞ്ഞ് എനിക്ക് വേറെ എങ്ങും വോട്ടില്ല, വേറെ ഒരു സ്ഥലത്തും വോട്ടില്ല, എനിക്ക് ഇവിടെ വോട്ടുള്ളൂ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഈ കോർപ്പറേഷനിൽ എനിക്ക് മുട്ടടയല്ലാതെ എനിക്ക് വേറെ എങ്ങും വോട്ടില്ല ഇത് പറയുന്നു. അതൊന്നും പ്രശ്നമല്ല. ഈ 18/564 ഇല്ലില്ല. അതാണ് കാര്യം. അപ്പോൾ അവസാനം അതിനെ പേര് വെട്ടിമാറ്റി. അത് വലിയ നിരാശയിലായി ആ പെൺകുട്ടി. എന്തായാലും കോൺഗ്രസ് നേതൃത്വമൊക്കെ ഇടപെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനായിട്ട് തീരുമാനിച്ചു. ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അത് വിശദമായി വാദം കേട്ടതിന് ശേഷം ഉണ്ടല്ലോ ഒരു ഉത്തരവ് അന്നേരം തന്നെ പാസാക്കി. ഇത് ജില്ലാ കളക്ടർ, വരണാധികാരി, ജില്ലാ കളക്ടർ ഇത് ഒന്ന് വിളിച്ച് കേൾക്കണം. ഇതിനെ നാളെ കേട്ട് തീരുമാനം 20-ാം തീയതിക്കകം തീരുമാനം എടുത്തോണം. ഇതിന് വോട്ടർ പട്ടികയിൽ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം കളിച്ച് ഇതിന് ഒരാളുടെ വോട്ടില്ലാതാക്കരുത് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ കോടതി പറഞ്ഞു. അത് ആ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇടപെടൽ എന്ന് പറയുന്നത് വളരെ നന്നായി. കാരണം ഇതാണ് നീതിയുക്തമായ ഒരു തീരുമാനം. അതവിടെ വന്നു എന്നുള്ളതാണ്. ഒരു പർപ്പസ് നടക്കണം. ഒരു പൗരൻ അല്ല കോടതിയെ സമീപിച്ചാൽ അതിനൊരു പർപ്പസ് വേണം ആ കൊടുക്കുന്ന ഉത്തരവിൽ. അങ്ങനെ ഒരു പർപ്പസോടുകൂടി പാസ്സാക്കിയ ഒരു ഉത്തരവാണ് ഈ പറഞ്ഞ ഉത്തരവ്. ഏതായാലും ഈ പെൺകുട്ടി ഇതുപോലെ അവിടെ ഹാജരായി, കളക്ടർ മുമ്പാകെ ഹാജരായിട്ട് ഈ ഡോക്യുമെൻ്റ് എല്ലാം കാണിച്ചു, ബോധ്യപ്പെടുത്തി, കാര്യം മനസ്സിലായി. അപ്പോൾ സാങ്കേതികത്വം മാത്രമാണ് ഇതിനകത്ത് പറഞ്ഞ് ഇതിനെ ഒരു വോട്ടറുടെ വോട്ടില്ലാതാക്കാൻ ചെയ്യുന്ന ആ ശ്രമം ഉണ്ടല്ലോ, വളരെ വളരെ വല്ലാത്ത ഒരു ശ്രമമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ കഠിനാധ്വാനമാണ് കേട്ടോ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ വാർഡെന്നല്ല, ഇതുപോലെ എത്ര പേരുടെ വോട്ടില്ലാതാക്കിയിട്ടുണ്ടെന്നറിയോ? എത്രയോ ആളുകളുടെ. അപ്പോൾ ഇത് കണ്ട് തിരിച്ചറിയണം. അങ്ങനെ പറ്റിയത് അവസാനം ഈ കളക്ടർ വാദം കേട്ട് കഴിഞ്ഞപ്പം മറ്റവൻ വന്ന് ഘോരഘോരം ഒക്കെ പറഞ്ഞു. കാരണം ഇങ്ങനില്ല, ഇവിടില്ല വോട്ട്, അവിടെ ഇല്ല, ഇവിടെ ഇല്ല. അപ്പോൾ ഇത് പറഞ്ഞ് 2365 എന്നുള്ള വീട്ടു നമ്പരായത് ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ ആ വീട്ടു നമ്പരായിപ്പോയെന്ന്. ഈ 13/564 ഞാൻ ഉള്ളത്. അതിൻ്റെ രേഖകൾ മുഴുവനുണ്ട്. അത് വാർഡ് 18 ആക്കിയപ്പോൾ ഈ 18/564 എന്ന് എഴുതി. വീട്ടു നമ്പർ മാറുന്നില്ലല്ലോ എന്നുള്ളൊരു ധാരണയാണ്. വീട്ടു നമ്പർ ഇതുപോലെ 2365 ആയി. അപ്പോൾ അത് മുതലെടുത്തുകൊണ്ട്, അത് മനസ്സിലാക്കിക്കൊണ്ട്, ആ വാർഡിൽ ഈ കുട്ടി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട്, അതായത് ഇതിനകത്ത് പ്രശ്നം, ആ എതിർഭാഗം അതിനോട് മത്സരിച്ച് ജയിച്ചാൽ പോരെ? ഈ വൃത്തികേട് കാണിക്കണോ? ആ വൃത്തികേട് കാണിച്ചതിനെ ഒഴിവാക്കേണ്ട കാര്യമില്ലല്ലോ. അതിനോട് മത്സരിച്ചിട്ട് ജയിക്കണം. അത് ആ കുട്ടിയോടുണ്ട്. ആരോഗ്യകരമായ മത്സരം നടക്കട്ടെ. അതിൻ്റെ വീട്ടു നമ്പർ തെറ്റിപ്പോയി എന്നുള്ളതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അത് ആ വാർഡിൽ താമസക്കാരിയാണ്. വീട്ടു നമ്പർ തെറ്റാൻ കാര്യം എന്താ? കോർപ്പറേഷൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഈ ഡീലിമിറ്റേഷൻ മാറി വന്നു കഴിഞ്ഞപ്പോൾ അത് ഈ 3/564 എന്നുള്ള നമ്പർ 18/2365 ആയി. ഈ കുട്ടി 18-ാം വാർഡ് ആയിപ്പോയതുകൊണ്ട് ഇത് 18/564 എന്ന് എഴുതി. വീട്ടു നമ്പർ അത് അന്ന് വിശ്വസിച്ച് എഴുതിയതാണ്. അവിടെ താമസം ഉണ്ടെന്നുള്ളത് ആ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ നീതി നടപ്പാവുകയാണ് ഉണ്ടായത് കേട്ടോ. കളക്ടർ ഇത് കേട്ടിട്ട് കളക്ടർക്ക് മനസ്സിലായി. മാത്രമല്ല കളക്ടർ ഇത് പറഞ്ഞു, ഇതിനകത്ത് മനഃപൂർവ്വമായിട്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉള്ള ഇടപെടലുണ്ട്, അഴിമതിയാണ് ഈ നടത്തിയേക്കുന്നതെന്നുള്ളതും വൃത്തികേടാണ് കാണിച്ചേക്കുന്നതെന്നുള്ളതും കളക്ടർ അതിനകത്ത് എഴുതി വെച്ചു ആ ഉത്തരവിൽ. യഥാർത്ഥത്തിൽ ഈ വൃത്തികേട് കാണിച്ചേക്കുന്നവന്മാരെല്ലാം ഇനി അനുഭവിക്കും ഇതിനകത്ത് പുറയിൽ. കാരണം ഇത്രയും വൃത്തികേടല്ലേ കാണിച്ചേക്കുന്നത്? ഒരു പെൺകുട്ടിയുടെ വോട്ടില്ലാതാക്കുക. അതെങ്ങനെയെങ്കിലും അത് ജയിച്ചു വരട്ടെ, അല്ലെങ്കിൽ അത് മത്സരിക്കട്ടെ. ജനാധിപത്യമല്ലേ? 18 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം വോട്ടുണ്ട്. ഇതിന് 24 വയസ്സായി മത്സരിക്കാനുള്ള പ്രായമായി മത്സരിച്ചു. അതിന് മത്സരിച്ചൂടെ ഇലക്ഷനിൽ? അപ്പോൾ അതിനെ ആ ആരോഗ്യകരമായ രീതിയിൽ അതിനോടൊപ്പം മത്സരിക്കുന്നതിന് പകരം അതിനെ അവിടുന്ന് ഇല്ലാതാക്കിയാൽ കളയുക. കാരണം ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ എന്താണെന്നറിയോ, വൈഷ്ണവ സുരേഷിന് എത്ര പ്രവർത്തിച്ചാലും ഇത്രയും പരസ്യം കിട്ടുമോ? എത്ര ആ കുട്ടി പ്രവർത്തിച്ചാലും, എവിടെയൊക്കെ എത്ര രൂപ മുടക്കി പ്രവർത്തിച്ചാലും
ഈ പരസ്യം അതിന് കിട്ടത്തില്ലല്ലോ. എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും, അത് ദൃശ്യ പത്ര മാധ്യമങ്ങളുടെ മുഴുവൻ ഇത് കവർ ചെയ്തു, റിപ്പോർട്ട് ചെയ്തു. അതിനെ അറിയാൻ വയ്യാത്ത ആരുമില്ല. ആ കുട്ടി കഴിവുള്ള കുട്ടിയാണ്. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആ കഴിവുള്ള കുട്ടി, കഴിവുള്ളവരാണ് ഇതിലേക്ക് ജയിച്ചു വരേണ്ടത് ജനാധിപത്യത്തിൽ. അല്ലാതെ ഇതുപോലെ തോൽപ്പിക്കപ്പെടുകയല്ല അവർ ചെയ്യേണ്ടത്. ആ കുട്ടി പൊരുതി നേടിയെടുത്ത ഒരു വിജയമാണിത്. അത് നല്ല രീതിയിൽ മത്സരിച്ച് നല്ല രീതിയിൽ ഉയർന്നു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതുപോലെ ഒരുപാട് വരുന്നുണ്ട്. ഈ BLA എന്ന് പറയുന്ന ആളുകൾ, BLA എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ബൂത്ത് ലെവൽ ഏജൻസ് ഉണ്ട്. BLOമാർ അതിലാരെങ്കിലും ഒന്ന് വിളിച്ചുകൊണ്ട് നടന്നാൽ, അപ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ആളുകളെ വിളിച്ചു പോയോ, അവിടെ ഉടനെ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ ഭയങ്കര പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. ആ രീതിയിൽ ആയിപ്പോയി. കാരണം എന്താ, അവർ CPMൻ്റെ BLAമാരുണ്ട്, അവരെ കൊണ്ടുപോക്കണം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വോട്ട് ഇല്ലാതാക്കാം എന്നുള്ളത് നന്നായിട്ട് അവർക്കറിയാമല്ലോ. ആ പണി ചെയ്യാനുള്ളതാണ് അവർ നടക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ ജാഗരൂകരായിരിക്കണം. ഇതുപോലെ വൃത്തികെട്ടവന്മാരുണ്ട്, ഈ വോട്ട് കച്ചവടം നടത്തുന്ന, വോട്ട് കൊള്ള നടത്തുന്ന വൃത്തികെട്ടവർ എല്ലാത്തിലും ഉണ്ട്. ശ്രദ്ധിക്കണം.